വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർ. ഡോക്ടർ ഹാരിസ് ഹസൻ പറഞ്ഞ ഈ പറഞ്ഞ പരിമിതികൾ എടുത്തു പറഞ്ഞ ഒരു വൈകാരിക ഫേസ്ബുക്ക് പോസ്റ്റ് തുടർച്ചയിൽ അത് രാഷ്ട്രീയ പ്രതിഷേധമായി തെരുവിൽ രൂപാന്തരം പ്രാപിക്കുന്നുണ്ട്. നമ്മൾ തൃശ്ശൂരും തിരുവനന്തപുരത്തും വയനാടും ഒക്കെ നമ്മൾ കണ്ടു ആ പ്രതിഷേധം. ഇപ്പോൾ കണ്ണൂരിൽ കെ സി വേണുഗോപാൽ ആ ഒരു പ്രതിഷേധത്തിൽ സംസാരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. കേരളത്തിലെ ആരോഗ്യരംഗത്ത് അദ്ദേഹം പ്രതീകമാകാൻ കാരണം കേരളത്തിലെ സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ പ്രവർത്തിക്കുന്ന വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലെ നിയന്ത്രിക്കുന്ന ഡോക്ടർമാരുടെ എല്ലാം മനസ്സിനകത്തുണ്ടായിരുന്ന കാര്യം ഗത്യന്തരമില്ലാതെ പറഞ്ഞ സാഹചര്യം ഉണ്ടാക്കിയ ഡോക്ടർ ഹസൻ. എനിക്കറിയാം, ഞാൻ ആലപ്പുഴയിലെ MP എന്ന നിലയിൽ ഇപ്പോൾ മാത്രമല്ല മുൻപ് പോലെ ഞാൻ ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ HDC യോഗങ്ങളിൽ എല്ലാ യോഗങ്ങളിലും എന്ത് തിരക്കുണ്ടെങ്കിലും പങ്കെടുക്കുന്ന ഒരാളാണ്. ഈ കഴിഞ്ഞ ആഴ്ചയും ഒരു യോഗത്തിന് ഞാൻ പങ്കെടുത്തതാണ്. ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും ഹെഡിന്റെ പ്രതികരണം നമുക്ക് കാണുമ്പോൾ അറിയാം, കേൾക്കുമ്പോൾ അറിയാം. അത് കാർഡിയോളജി ആയാലും ഗാസ്ട്രോ എൻട്രോളജി ആയാലും നെഫ്രോളജി ആയാലും ന്യൂറോളജി ആയാലും അടിസ്ഥാനപരമായിട്ട് ഒരു രോഗിക്ക് അത്യാവശ്യമായ ഘട്ടങ്ങളിൽ ചികിത്സ തേടേണ്ട എല്ലാ ഡിപ്പാർട്ട്മെന്റുകളുടെയും തലവന്മാർ ആ യോഗങ്ങളിൽ പറയുന്നത് എനിക്ക് നേരിട്ട് അറിയാം. അവിടെയും അവർ പൊതിഞ്ഞിട്ടാണ് പറയാറുള്ളത്. കാരണം ഇവിടെ പേടിയാണല്ലോ സർക്കാർ ഉദ്യോഗസ്ഥന്മാരും അതുപോലെ ഇത്തരം ആളുകളെ നയിക്കുന്ന. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പുറത്തു പറഞ്ഞാൽ പിന്നെ അനുഭവിക്കേണ്ടി വരുന്നത് പീഡന പരമ്പരകളാൾക്കും. അതിന് സർക്കാർ സാക്ഷാൽ നരേന്ദ്രമോദിക്ക് പഠിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് കേരളത്തിൽ. കെ സി വേണുഗോപാൽ പ്രതിഷേധ ധർണ സംസ്ഥാനതല ഉദ്ഘാടനമാണ് ഇപ്പോൾ കണ്ണൂരിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കെ സി വേണുഗോപാൽ സംസാരിക്കുകയാണ്. ഡോക്ടർ ഹാരിസ് ഹസൻ കേരളത്തിന്റെ ആരോഗ്യ മേഖലയുടെ പ്രതീകമാണ് എന്ന് പറയുകയാണ് കെ സി വേണുഗോപാൽ. എല്ലാ സ്ഥലങ്ങളിലും അതിന് സമാന്തരമായി ഇപ്പോൾ പ്രതിഷേധങ്ങൾ പുരോഗമിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയാണ് കെ സി വേണുഗോപാൽ എന്നതേ ഉള്ളൂ. ഒട്ടുമിക്ക എല്ലാ സ്ഥലങ്ങളിലും പരമാവധി പ്രവർത്തക പങ്കാളിത്തം ഉറപ്പാക്കിക്കൊണ്ട് പ്രതിഷേധം സംഘടിപ്പിക്കാൻ, ഒരു സംസ്ഥാന വ്യാപക പ്രതിഷേധം സംഘടിപ്പിക്കാൻ കോൺഗ്രസിന് കഴിയുന്നുണ്ട് എന്ന കാര്യം പ്രതിഷേധങ്ങളിൽ നിന്ന് വ്യക്തവുമാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിന് മുന്നിൽ നിന്ന് മിഥില ബാലൻ കൂടി ചേരുന്നുണ്ട്. മിഥില, കോഴിക്കോട് നേരത്തെ തന്നെ പ്രതിഷേധ സാഹചര്യം അവിടെയുണ്ട്. അവിടെ മരുന്ന് മുടങ്ങുന്നതായിരുന്നു പ്രശ്നം. അവിടുത്തെ MP അടക്കം പ്രതിഷേധ പരമ്പരകൾ നമ്മൾ കണ്ടതാണ്. താൽക്കാലിക പരിഹാരമായെങ്കിലും വീണ്ടും ബാക്ക് ടു ഗ്രൗണ്ട് സീറോയിലേക്ക്, ബാക്ക് ടു പ്രതിസന്ധിയിലേക്ക് അവിടെ കാര്യങ്ങൾ പോകുന്നുണ്ട്. അവിടുത്തെ പ്രതിഷേധം എങ്ങനെയാണ് മിഥില? അഷ്മി, കോൺഗ്രസിന്റെ പ്രതിഷേധം ഇപ്പോൾ കഴിയാൻ പോവുകയാണ്. അല്പസമയം മുമ്പാണ് ഷാഫി പറമ്പിൽ MP ഈ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തത്.